ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൽഹി യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. രാവിലെ 8 മണിയോടെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റിനടുത്ത് ഉള്ള സ്ഥലത്ത് ഇറങ്ങിയതാണ്. പണിക്കേഴ്സ് ട്രാവൽസിനോടൊപ്പം ഡൽഹിയിൽ ഒരു കറക്കം. അപ്പോൾ നിങ്ങളും ഒപ്പം കൂടിക്കോ, നമുക്ക് ഡൽഹിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങളെയും കാത്ത് ബസ് കിടക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഞങ്ങൾ ജോയിൻ ചെയ്തത്. ആരും പരിചയമുള്ള ആളുകളൊന്നുമല്ല നമ്മുടെ ഒപ്പം ഉള്ളത്. ഞങ്ങളുടെ ഗൈഡും ഞങ്ങളുടെ മുന്നിൽ തന്നെ പോകുന്നുണ്ട്. ഹിന്ദി വാലയാണ്. അയാൾ നടക്കുന്നതിനൊപ്പം എല്ലാവരും സ്പീഡിൽ തന്നെയാണ്. കൂടുതൽ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ അവരോടൊപ്പം നിൽക്കണം. ഒത്തിരി സ്ഥലമൊക്കെ നമ്മൾ സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും എത്താൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും നല്ല സ്പീഡിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും ആദ്യത്തെ കാഴ്ച ഇന്ന് ഇന്ത്യ ഗേറ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധസ്മാരകം, ഇന്ത്യയുടെ ഹൃദയഭാഗത്തുള്ള ഇന്ത്യ ഗേറ്റ്. ഒന്നാം ലോകമഹായുദ്ധകാലത്തും മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും വീരമൃത്യു വരിച്ച 70,000-ഓളം വരുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനികരുടെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ട സ്മാരകമാണ്. ഇതിനു മുൻപ് ഒരിക്കൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് ഉള്ളതിനേക്കാൾ ഒന്നും കൂടി ഭംഗിയായിട്ട് എല്ലാ സ്ഥലവും കാണാൻ പറ്റുന്നുണ്ട്. ഇത് സന്ദർശിക്കുന്നതിന് നമ്മൾ പ്രത്യേക ടിക്കറ്റൊന്നും എടുക്കണ്ട. രാജ്യതലസ്ഥാനത്തെ കാഴ്ചയിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാഴ്ച ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഗേറ്റ് തന്നെയാണ്. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നാണിത് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. 1921 നിർമ്മാണം ആരംഭിച്ച് ഇന്ത്യ ഗേറ്റ് പൂർത്തിയായത് 10 വർഷം കൊണ്ടാണ്. എഡ്വിൻ യൂട്ടിൻ്റെ രൂപകൽപ്പനയിൽ നിർമ്മിച്ച ഈ സ്മാരകത്തിന് 42 മീറ്റർ ഉയരമാണുള്ളത്. 42 മീറ്റർ ഉയരവും 9.1 മീറ്റർ വീതിയും 15.2 മീറ്റർ ഡെപ്തും കണക്കാക്കുന്നു ഈ കവാടത്തിന്. ഒരു വശത്ത് നല്ല ഇരുട്ട് പോലെയാണ് തോന്നുന്നത്, മറുവശത്ത് ഭയങ്കര സൂര്യപ്രകാശം കൊണ്ട് നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സമയമാണ്. രാവിലെ ഇപ്പോൾ സമയം 8:30 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പോയി നോക്കിക്കോണേ കേട്ടോ. അതല്ല, ആ പേര് കൊത്തി വെച്ചേക്കുന്നൊക്കെ കാണത്തില്ലേ. കുട എടുക്കേണ്ടതായിരുന്നു. ചേട്ടാ ഇവിടെ നിന്ന് ഇന്ത്യ ഗേറ്റും പരിസരവും ഒരു 3 പതിറ്റാണ്ടിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അന്ന് കണ്ടതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ടുണ്ട് ഈ സ്ഥലമൊക്കെ. ചുറ്റും പൂന്തോട്ടമാണ്, ഭംഗിയായിട്ട് സംരക്ഷിച്ചിരിക്കുന്ന പൂന്തോട്ടം. അന്ന് വരുമ്പോൾ ഇവിടെയൊക്കെ എല്ലായിടത്തും പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും എല്ലാം നല്ല സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരു വ്യത്യാസം മാത്രം, കുറേ റെസ്ട്രിക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ സ്ട്രിക്റ്റാണ്, നമുക്ക് എല്ലായിടത്തേക്കും പ്രവേശനമില്ല. ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് ഇന്ത്യ ഗേറ്റ്. ഡൽഹിയിൽ വരുന്നവർ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വൈകുന്നേരത്താണ് വരുന്നതെങ്കിൽ ഇത് കൂടുതൽ ഭംഗിയാണ്. ആ സമയത്ത് വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന ഇന്ത്യ ഗേറ്റ് നമുക്ക് കാണാൻ കഴിയും. ഞാൻ രാത്രിയിൽ ഞങ്ങൾ ഇതുവഴി പോവുകയുണ്ടായി. നല്ല ഭംഗിയാണ് ആ സമയത്ത് കാണാൻ. റിപ്പബ്ലിക് പരേഡിൻ്റെ ഭാഗമായിട്ട് ഈ സൈനികരുടെ സ്മാരകത്തിലും പുഷ്പചക്രം സമർപ്പിക്കുന്ന പതിവുണ്ട്.
റിപ്പബ്ലിക് ഡേയിൽ രാഷ്ട്രപതി ഭവനിൽ നിന്നും ആരംഭിക്കുന്ന പരേഡ് കടന്നു പോകുന്നത് ഈ ഇന്ത്യ ഗേറ്റിന് മുൻപിലൂടെയുള്ള റോഡിലൂടെയാണ്. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലെ ഒരു പ്രധാന പാതയാണ് രാജ്പഥ്. രാജ്പഥിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രാഷ്ട്രപതി ഭവൻ്റെ മുൻപിൽ നിന്ന് ആരംഭിച്ച് വിജയ് ചൗക്കിലൂടെ ഇന്ത്യ ഗേറ്റ് വഴി നാഷണൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുന്നതാണ് രാജ്പഥ് റോഡ്. പാർലമെൻറ്റ് മന്ദിരമൊക്കെ ഇതിൻ്റെ അടുത്തായിട്ടാണ്, ഈ പാതയുടെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കവാടത്തിൽ വീരമൃത്യു വരിച്ച എല്ലാ ധീരസൈനികരുടെയും പേരുകൾ അവരുടെ റാങ്ക് സഹിതം ഈ ചുമരുകളിലെല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലെ മറ്റ് കാഴ്ചകൾ അടുത്ത ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇന്ത്യയുടെ തലസ്ഥാനത്ത് തല ഉയർന്നു നിൽക്കുന്ന ഈ യുദ്ധസ്മാരകം, ഇന്ത്യ ഗേറ്റിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.